വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഹരിയെ കാണാൻ സ്റ്റാഫ് റൂമിലേക്ക് ഇറങ്ങിയതാണ് അഞ്ജു. ഒരുവിധം ടീച്ചേഴ്സും സ്റ്റുഡൻസും പോയിരുന്നു. ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞു നടന്ന് അഞ്ജു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടതും അവിടേക്ക് പാഞ്ഞു. വാതിൽക്ക എത്തി അകത്തേക്ക് നോക്കിയതും അകത്തെ കാഴ്ചയിൽ അഞ്ചാളും തറഞ്ഞു നിന്നുപോയി. ഹരിയുടെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് നിൽക്കുവാണ് രുദ്രൻ. അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. കണ്ണുകൾ അഗ്നിഗോളം പോലെ ജ്വലിക്കുന്നു. ഞരമ്പുകൾ ഇപ്പൊ പൊട്ടുവെന്ന അവസ്ഥയിലാണ്. വായിൽ ദിവി നേരത്തെ കൊടുത്ത സ്റ്റിക്ക് കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവനെ ദേഷ്യത്തിൽ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ദേഷ്യത്തിൽ ആദ്യമായി കാണുകയായിരുന്നു പിള്ളേര്, അതും ഹരിയോട്. പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. എന്നിട്ടും അതിലുപരി സ്വാതന്ത്ര്യം പലപ്പോഴും അവർ പരസ്പരം എടുത്തിരുന്നു. അധ്യാപകനായിരുന്നിട്ടും കളിയോടെ വാദ്യാർ എന്ന് വിളിക്കുന്നതല്ലാതെ ഇന്ന് വരെ സാർ എന്ന് വിളിച്ചു കേട്ടിട്ടില്ല. ഗുരുശിഷ്യ ബന്ധത്തിനപ്പുറം അവർ തമ്മിൽ ഒരു സൗഹൃദം നിലനിന്നതായി തോന്നിയിരുന്നു. എന്നിട്ടും ഇത്ര ദേഷ്യത്തിൽ അവൻ ഹരിയോട് എന്തിനു പെരുമാറുന്നു എന്ന ചിന്തയായിരുന്നു എല്ലാവരിലും. മുന്നിൽ കാണുന്ന കാഴ്ചയെ തറഞ്ഞു നിൽക്കുമായിരുന്നു ദിവി. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവർക്കരികിലേക്ക് പാഞ്ഞു ചെന്നു. രുദ്രന്റെ കയ്യിൽ പിടിച്ച് അവനെ തള്ളി മാറ്റി. പെട്ടെന്നുള്ള നീക്കമായതിനാൽ അവനൊന്ന് വീഴാൻ പോയെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു. ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയ രുദ്രൻ കണ്ടു തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ആ വെള്ളാരം കണ്ണുകളെ. അവൻ എന്തെങ്കിലും പറയും മുമ്പേ ദിവി അവനരികിലേക്ക് ചെന്ന് വായിൽ വെച്ചിരുന്ന സ്റ്റിക്ക് എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ഒപ്പം അവന്റെ കവളിൽ ആഞ്ഞടിച്ചു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. കുറുമ്പിയാണ്, എപ്പോഴും മുഖത്ത് ചിരിയാണ്. എല്ലാം ചിരിയോടെ നേരിടുന്നവൾ ആ അവളാണ് ഇന്ന് സർവവും ചുട്ടരിക്കാൻ പാകത്തിന് അഗ്നി കണ്ണിൽ നിറച്ചു നിൽക്കുന്നത്. പാർവതി ദേവിയുടെ ദുർഗാരൂപം പോലെ അത്രയും തീക്ഷ്ണതയായിരുന്നു അവൾക്കപ്പോൾ. രുദ്രനും ഒരു നിമിഷം അവളുടെ കണ്ണിലെ അഗ്നിയിൽ ലയിച്ചു നിന്നു. പൊടുന്നനെ അവന്റെ മുഖം ദേഷ്യത്തെ വലിഞ്ഞു മുറുകി. ഹൗ ഡെയർ യു! ദേഷ്യത്തെ വിറയ്ക്കുന്ന മുഖത്താലെ ദിവി രുദ്രന് നേരെ വിരൽ ചൂണ്ടി. ദേഷ്യത്താൽ അവളുടെ വെള്ളാരം കണ്ണുകൾ അഗ്നികോളം പോലെ വന്യമായി തിളങ്ങി. നീ ആരാണെന്നാ നിന്റെ വിചാരം? വലിയ കൊമ്പത്തെ രാജാവോ? എന്ത് ധൈര്യത്തിലാ നീ എന്റെ ഏട്ടനെ തൊട്ടത്? അവന് നേരെ കൈയുയർത്താൻ നീ ആരാണ്? ദിവി ദേഷ്യത്താൽ വിറയ്ക്കുകയായിരുന്നു. വാവാച്ചി! ഹരി അവൾക്കരികിലേക്ക് വന്നു. ഏട്ട ഇതിൽ ഇടപെടരുത്, ദിവി അവനെ നോക്കി പറഞ്ഞു. ദിവി! ധ്രുവ് അവളെ വിളിച്ച് അരികിലേക്ക് ചെല്ലാനാഞ്ഞതും ദിവി അവനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടത്തിന്റെ തീക്ഷ്ണതയിൽ അവൻ അവിടെ തന്നെ നിന്നു. മാളോ ഋതു ആകോ എല്ലാം ആകെ ഞെട്ടി നിൽപ്പാണ്. ദിവ്യയുടെയും രുദ്രന്റെയും ഭാവം അവനിൽ ഭയം നിറച്ചു തുടങ്ങിയിരുന്നു. ദിവ്യ വീണ്ടും രുദ്രന് നേരെ തിരിഞ്ഞു. നീ എന്താ കരുതിയത്? ആവശ്യത്തിലധികം പണമുണ്ട്, ആരോട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നോ? നീ പറയുന്ന കേട്ട് നിന്റെ ആടുമയെ പോലെ എല്ലാവരും നിൽക്കുമെന്ന് കരുതിയോ നീ? അതിന് വേറെ ആളെ നോക്കണം, ദിവ്യ ദേഷ്യത്തോടെ പറഞ്ഞു. ദിവ്യയെല്ലാം തമാശയെ എടുക്കുമെന്ന് കരുതിയോ നീ? എന്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു രുദ്രാക്ഷഗ്നിഹത്തിനും ഉണ്ടായിരുന്നു. ദേഷ്യക്കാരനാണെങ്കിലും ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവൻ. ആദ്യമായി തമ്മിൽ കണ്ടപ്പോ പോലും വഴക്കിട്ടിരുന്നു. എന്നാൽ താൻ ആരാണെന്ന് അറിഞ്ഞപ്പോ, അന്ന് താൻ അവിടെ വന്നത് എന്തിനാണെന്ന് അറിഞ്ഞപ്പോ, മിസ്റ്റേക്ക് എന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞപ്പോ മാപ്പ് പറയണ എന്ന് പോലും ആഗ്രഹിച്ചിരുന്നു. ബഹുമാനമായിരുന്നു താൻ എന്ന വ്യക്തിയോട്. പക്ഷെ ഇപ്പൊ വെറുപ്പാണ്, വെറുപ്പ് മാത്രം. ഐ ഹേറ്റ് യു മിസ്റ്റർ രുദ്രാക്ഷഗ്നിഹോത്രി. നീ ശരിക്കൊരു ഡെവിളാണ്. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നത് ഡെവിൾ. റിയലി റിയലി ഐ ഹേറ്റ് യു സോ മച്ച്. അത്രയും പറഞ്ഞപ്പോഴേക്കും ദേവി കിതച്ചു പോയിരുന്നു. എന്നിട്ട് ദേഷ്യം തീരാതെ അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ദി പന്ന മോളെ! ഓരോന്നും പറയുന്നതിനിടെ ദേഷ്യത്തെ അലറിക്കൊണ്ട് രുദ്ര അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ദേവി ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോയി. എല്ലാവരും ഒരു നിമിഷം തറഞ്ഞു നിന്നു. രുദ്ര വേണ്ട, അവളെ വിട്! ഹരിയും രോഹിത്തും അവനെ പിടിച്ചു മാറ്റാൻ തുടങ്ങി, ഒപ്പം പിള്ളേരും. എന്നാൽ രുദ്രന്റെ ബലത്തിന് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയായിരുന്നു. രുദ്ര പ്ലീസ് വിട്! ഹരി അതും പറഞ്ഞ് അവന്റെ കൈ പിടിച്ചു മാറ്റി. രുദ്ര, നിനക്ക് ശിക്ഷിക്കണേ ഞാനുണ്ട്. അവളെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. അവൾക്ക് വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല, ഹരി അവനെ നോക്കി പറഞ്ഞു. ദിവി ഹരിയുടെ നെഞ്ചോട് ചേർന്ന് ചുമയ്ക്കുകയായിരുന്നു. ശ്വാസം എടുക്കാൻ അവൾ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആഹോ അപ്പോഴേക്കും അവൾക്ക് വെള്ളം കൊടുത്തു. അവളൊന്ന് ഓക്കെ ആകും വരെ ആരും ഒന്നും വേണ്ടിയില്ല. അവൾ ഓക്കെ ആയതും ഹരി രുദ്രന് നേരെ തിരിഞ്ഞു. എന്തൊക്കെയാ രുദ്ര നീ ഇപ്പൊ ചെയ്തത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഹരി അവനെ കുറ്റപ്പെടുത്തി. സംഭവിച്ച അവൾ സ്വയം ഇരന്നു വാങ്ങിയതാ. രുദ്രൻ ദിവ്യയെ നോക്കാതെ മറ്റെങ്ങു നോക്കി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാൻ നിനക്ക് പറ്റുമോടാ? രോഹിത് അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. രുദ്ര അതിന് മറുപടി പറയാതെ ഹരിയെയും രുദ്രനെയും ഒന്ന് നോക്കി. പിന്നെ നിലത്തിരുന്ന് ശ്വാസം വലിക്കുന്ന ദിവ്യയെയും. രുദ്ര, നിനക്ക് എങ്ങനെയാടാ ഇവളെ വേദനിപ്പിക്കാൻ തോന്നിയത്? ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഇവൾക്ക് നൊന്താൽ ഇവളേക്കാൾ നോവുന്നത്. ഹരി പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ രുദ്ര അവനെ തടഞ്ഞു. ഇവളെ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് ഇവൾ നിന്റെ പെങ്ങളായതുകൊണ്ട് മാത്രമാണ്. ഞാനിവളെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്ക് വാക്ക് തന്നതാണ്. പക്ഷെ ഇനി അതില്ല. വിളിച്ചോണ്ട് പോടാ ഇവളെ!
രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് രോഹിത് ഹരി അവനെ അത്ഭുതത്തോടെ നോക്കി. പിള്ളേർ അഞ്ചും അവർ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാകാതെ അവരെ തന്നെ നോക്കി നിൽക്കുവാണ്. രുദ്ര, ഹരി ഒരുതരം പകപ്പോടെ വിളിച്ചു. ഹരി, വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നീയാ പറയാൻ വന്ന് രുദ്രൻ പെട്ടെന്ന് നിർത്തി. അത് കണ്ടത് പിള്ളേർ അവനെ തന്നെ നോക്കി. നീ ഇവളെയും കൊണ്ട് വീട്ടിൽ പോ നോക്ക്. അത്രമാത്രം പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ രുദ്രൻ പുറത്തേക്ക് പോയി. പുറകെ എല്ലാവരെയും ഒന്ന് നോക്കി രോഹിത്തും. പിള്ളേരൊക്കെ ഇവിടെ ഇപ്പൊ എന്താ നടന്നത് എന്ന ചിന്തയിലാണ്. അവർക്കിടയിൽ എന്തൊക്കെയോ രഹസ്യമുണ്ടെന്ന് മനസ്സിലായതും അത് കണ്ടെത്തണമെന്ന് അവർ തീരുമാനിച്ചു. ദിവ്യ അപ്പോഴും രുദ്രൻ പോയ വഴി ദേഷ്യത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. പിറ്റേന്ന് പതിവ് പോലെ പിള്ളേർ വാഗമര ചുവട്ടി ദിവ്യയും ധ്രുവിനെയും കാത്തു നിൽപ്പാണ്. അവരെന്താടാ വരാത്തത്? ഋതു ചോദിച്ചു. അറിയില്ലടാ, സമയമാകുന്നതല്ലേ ഉള്ളൂ, മാളു പറഞ്ഞു. ദിവ്യക്ക് ദേഷ്യം കാണുമോടാ എന്നോട്? ആഹു ചോദിച്ചു. നിന്നോടോ? മാളു ഋതുവും കൂടെ ചോദിച്ചു. ആഹു ഒന്ന് മൂളി. നിന്നോട് എന്തിനാടാ അവൾ പിണങ്ങുന്നേ? ഋതു ചോദിച്ചു. അത് പിന്നെ ഏട്ടനല്ലേടാ ഹരിസാറിനെ, ആഹു പറഞ്ഞു. അതിന് നിന്നോട് എന്തിനാ അവൾ പിണങ്ങുന്നേ? നീ ഒന്നും ചെയ്തില്ലല്ലോ. അവൾ നമ്മുടെ ദിവ്യല്ലേടാ, ഒക്കെ ശരിയാവും, മാളു പറഞ്ഞു. അതിന് മറുപടിയായി ആഹു തെളിച്ചമില്ലാതെ ഒന്ന് മൂളി. അപ്പോഴേക്കും ഹരിയുടെ ബൈക്ക് അവിടേക്ക് എത്തി. ബൈക്ക് നിർത്തി അവർക്കരികിലേക്ക് വരുന്ന ധ്രുവിനെ ഹരിയെ കണ്ട് ബാക്കി മൂന്നും സംശയത്തോടെ പരസ്പരം നോക്കി. ദിവ്യ എവിടെ ധ്രുവ്? ധ്രുവിനെ നോക്കി ഋതു ചോദിച്ചു. അവൾ വന്നില്ലടാ, ധ്രുവ് പറഞ്ഞു. അതെന്താ? ആഹു ചോദിച്ചു. അവളെ ഏട്ടന്മാരെല്ലാം കൂടി ഇന്ന് വീട്ടിൽ തന്നെ തളച്ചു, ധ്രുവ് പറഞ്ഞു. എന്തോന്ന്? മാള് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഇന്നലെ മുതൽ നല്ല ദേഷ്യത്തില, നിങ്ങളും കണ്ടതല്ലേ. ഇന്ന് അവൾ വന്ന ഇന്നലത്തതിന്റെ ബാക്കിയാകും നടക്കുക. അതുകൊണ്ട് അവളൊന്ന് തണുക്കുന്നത് വരെ വീട്ടിൽ ഇരിക്കട്ടെന്ന് കരുതി, ഹരി പറഞ്ഞു. അതിന് മൂന്നാളും ഒന്ന് മോളി. സർ, സോറി, ആഹു ഹരിയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. എന്തിന്? ഹരി സംശയത്തോടെ ചോദിച്ചു. അത് ഏട്ടൻ ഇന്നലെ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ, ആഹു പറഞ്ഞു. ഓ, അതാണോ? അത് വിട്ടേക്കിടോ, അവന്റെ സ്വഭാവം എനിക്കറിയുന്നതല്ലേ. പിന്നെ അതിനുള്ള സോറിയൊക്കെ അവൻ നേരത്തെ പറഞ്ഞതാ, ഹരി ചിരിയോടെ പറഞ്ഞത് ബാക്കി മൂന്നും അവനെ ഞെട്ടി നോക്കി. ഇതൊക്കെ എപ്പോ? മാളുവാണ്. അതൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞു, ഹരി പറഞ്ഞു. ഓ, ഋതു ഒന്ന് തലയാട്ടി. പിന്നെ അവൻ ദിവ്യയോട് അങ്ങനെ അത്ര റഫായി പെരുമാറുമെന്ന് കരുതിയില്ല. അതെനിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. എത്രയൊക്കെ ആയാലും അവൾ അവന്റെ എന്തോ ഓർത്തുന്ന പോലെ ഹരി പെട്ടെന്ന് നിർത്തി. ബാക്കി നാലും എന്തെന്ന ഭാവത്തിൽ അവനെ തന്നെ നോക്കി നിൽപ്പാണ്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഹരി ഒന്ന് നെടുവീർപ്പെട്ടു. സാർ എന്താ പറയാൻ വന്നത്? മാളു ഹരിയെ നോക്കി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടത് ഹരി ഒന്ന് പരിങ്ങി. പിന്നെ അവൾക്ക് നേരെ തിരിഞ്ഞു. ഒന്നുമില്ല, ഞാൻ ഓരോന്ന്, നിങ്ങൾക്ക് ക്ലാസ് ഉള്ളതല്ലേ, ചെല്ലി. അതും പറഞ്ഞ് ഹരി വേഗം പോയി. അവൻ പോകുന്നത് നോക്കി നിൽക്കെ പിള്ളയുടെ ഉള്ളിൽ പല സംശയങ്ങളും മുളപൊട്ടി. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ഇരിക്കുവാണ് നാലും. ദിവ്യയില്ലാത്തതിനാലും ഇന്നലത്തെ പ്രശ്നം എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതിനാലും ആകെ ശോകമാണ് നാലും. ദിവ്യയില്ലാതെ ഒരു സുഖമില്ല, ഋതു പറഞ്ഞു. ശരിയാ, ആകെ ഒരു ശോകാവസ്ഥ, മാളുവും പറഞ്ഞു. രുദ്രേട്ടനെയും കണ്ടില്ലല്ലോ ഇന്ന്, ധ്രുവ് പറഞ്ഞു. ഏട്ടൻ ഇന്നലെ രാത്രി പോയതാ, എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല. ഇനിയിപ്പോ തോന്നുമ്പോ വരും, അത്ര തന്നെ. ഈ പോക്ക് ഇടയ്ക്കുള്ളതാണല്ലോ, ആഹു പറഞ്ഞു. അതിനെല്ലാവരും ഒന്ന് മൂളി. എന്നാൽ ഇന്നലത്തെ ദിവ്യയുടെ മാറ്റം വിശ്വസിക്കാനാകുന്നില്ല. ഋതുവാണ്. അവൾ അങ്ങനെയാണ്. അവളെ ആരെന്ത് പറഞ്ഞാലും സഹിക്കും, പക്ഷെ കുടുംബത്തെ പറഞ്ഞാൽ ക്ഷമിക്കില്ല. പ്രത്യേകിച്ച് എന്നെയോ ഏട്ടന്മാരെയോ പറഞ്ഞ അപ്പൊ തല്ലാൻ നോക്കിയ പറയണോ, ധ്രുവ് പറഞ്ഞു. അതൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, ആഹു പറഞ്ഞു. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? എന്തോ കാര്യമായി ആലോചിക്കുന്ന മാളുവിനെ നോക്കി ഋതു ചോദിച്ചു. ഞാൻ ഹരിസാറിനെ പറ്റി ആലോചിക്കുമായിരുന്നു, ആളു പറഞ്ഞു. ഓ, അപ്പൊ പൊന്നുമോള് സ്വപ്നം കാണുമായിരുന്നു, ധ്രുവ് അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. സ്വപ്നം കണ്ടിരുന്നതൊന്നും അല്ലടാ, മാളു പറഞ്ഞു. പിന്നെ സാർ എന്തോ ഒളിപ്പിക്കുന്നത് പോലെ ഒരു തോന്നൽ, നമ്മളിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കും പോലെ, നിങ്ങൾക്ക് തോന്നിയില്ലേ? മാളു അവരെ നോക്കി ചോദിച്ചു. ശരിയാ, നീ പറഞ്ഞ എനിക്കും അത് തോന്നി, ധ്രുവ് പറഞ്ഞു. ഞങ്ങൾക്കും, ഋതു ആഹുവും കൂടി പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് പോലും ഏട്ടൻ സാറിനെ പേരാണ് വിളിക്കാറ്. അതേ സാറിന് പരാതിയുമില്ല. മാത്രമല്ല പലപ്പോഴും സാറിന് ഏട്ടനോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ, ആഹു പറഞ്ഞു. ശരിയാ, അന്ന് ദിവ്യയും രുദ്രേട്ടനും തമ്മിൽ ഇവിടെ വെച്ച് വഴക്കിട്ടപ്പോഴും ഏട്ടൻ ഒന്നും പറഞ്ഞില്ല. പകരം ദിവ്യ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കി. സാധാരണ അവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സഹിക്കാത്ത ഏട്ടനാണ് അന്ന് മിണ്ടാതെ ഇരുന്നത്, ധ്രുവ് പറഞ്ഞു. അത് മാത്രമല്ല, അന്ന് രുദ്രേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ, സാറിന്റെ പെങ്ങളായത് കൊണ്ടാ ഒന്നും ചെയ്യാതെ വിടുന്നതെന്ന്.
ധ്രുവിനെ പോലും നമ്മൾ പരിചയപ്പെടുത്തിയ ശേഷമല്ലേ ഏട്ട അറിഞ്ഞത് ഹരിസാറിന്റെ ബ്രദർ ആണെന്ന്. പക്ഷെ ദിവി, അവൾ സാറിന്റെ സിസ്റ്റർ ആണെന്ന് ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? ഋതു തന്റെ സംശയം ചോദിച്ചു. അപ്പൊ രുദ്രേട്ടന് ദിവ്യ മുൻപരിചയം ഉണ്ടായിരുന്നോ? മാളുവാണ്. അതിന് ചാൻസ് ഇല്ല, അവൾ ബാംഗ്ലൂർ തന്നെ ആയിരുന്നല്ലോ, ധ്രുവ് പറഞ്ഞു. രുദ്രേട്ടൻ പലയിടത്തും കറങ്ങാൻ പോയിട്ടുള്ളതല്ലേ, ഋതു പറഞ്ഞു. അതും ശരിയാ, മാളു സമ്മതിച്ചു. സാറ് മാത്രമല്ല, ഏട്ടനും എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആഹു പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, ധ്രുവ് ചോദിച്ചു. ഇന്നലത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഏട്ടൻ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹരിസാറിനോട് എന്തോ പറയാൻ വന്നിട്ട് പാതി വഴി നിർത്തി. ഇന്നിപ്പോ സാറ് രണ്ടാളും പറയാൻ വന്നത് ഒരേ കാര്യമാണെന്ന് ഉറപ്പാ, അതും നമ്മൾ അറിയാൻ പാടില്ലെന്ന് കരുതുന്ന കാര്യം, ആഹു പറഞ്ഞു. ശരിയാ, നമ്മൾ അറിയരുതെന്ന് തന്നെ ആകണമെന്നുണ്ടോ, ധ്രുവ് പറഞ്ഞു. പിന്നെ ദിവ്യ ആയിക്കൂടെ, ധ്രുവ് പറഞ്ഞു. മനസ്സിലായില്ല, മാളുവാണ്. അവർ മറച്ചു പിടിക്കുന്ന രഹസ്യം അതെന്തായാലും നമ്മൾ അറിഞ്ഞ ദിവ്യ അറിയും. അതുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നതെങ്കിലോ ദിവ്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ രഹസ്യം അവർക്കിടയിലുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം, ധ്രുവ് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ, കാര്യം എന്തായാലും കണ്ടുപിടിക്കണം, ഋതുവും പറഞ്ഞു. പക്ഷെ എങ്ങനെ? ആ രഹസ്യം സാനു ഏട്ടനുമല്ലേ അറിയൂ, ആഹു ചോദിച്ചു. ഒരാൾ കൂടിയുണ്ട്, മാളു പറഞ്ഞു. ആര്? രോഹിത് ഏട്ടൻ. ഏട്ടനും അറിയാം, ഉറപ്പാ, മാളു പറഞ്ഞത് ബാക്കി മൂന്നിന്റെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഇതേ സമയം എങ്ങ് മംഗലത്ത് തറവാട്ട്. സേതു, സേതു, ഇവരൊക്കെ ഇത് എവിടെ പോയതാ? ഒറ്റ എണ്ണത്തിനെ വിളിച്ചാ കിട്ടില്ല. മുത്തശ്ശിയാണ്, പുള്ളിക്കാരി കുറെ നേരമായി എല്ലാവരെയും അന്വേഷിക്കുന്നു. എന്താ അമ്മേ, എന്തിനാ സേതുവിനെ അന്വേഷിക്കുന്നേ? ദീപ്തി ചോദിച്ചു. ആ, നീ എവിടെ ഉണ്ടായിരുന്നു? അവളെവിടെ? മുത്തശ്ശി ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ടമ്മേ, തോട്ടത്തിലെ ചെടിക്ക് അല്പം വളമിട്ട് കൊടുക്കുമായിരുന്നു. അവയ്ക്ക് ആകെ ഒരു വാട്ടം, സേതു പറഞ്ഞു. ആഹാ, ഡോക്ടർ വന്ന് ചെടികളെയും ചികിത്സിച്ചു തുടങ്ങിയോ? ദീപ്തി കളിയായി പറഞ്ഞു. ഏട്ടത്തി കളിയാക്കണ്ട, ഡോക്ടർ മനുഷ്യരെ മാത്രമേ നോക്കാവൂ എന്നുണ്ടോ? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും തുല്യരാണ്, തുല്യ അവകാശമാണ്, അറിയില്ലേ പ്രിൻസിപ്പൽ മാഡത്തിന്? സേതു പറഞ്ഞു. ദീപ്തി ഇപ്പോ മംഗളത്തെ ഗ്രൂപ്പിന്റെ കീഴിലുള്ള കോളേജിലെ പ്രിൻസിപ്പളാണ്. ഓ വേ, ദീപ്തി പറഞ്ഞു. അല്ല, അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? സേതു ചോദിച്ചു. നിങ്ങൾ ഇവിടെ ചെടിയുടെ വാട്ടം നോക്കി നടന്നു, എന്റെ കുട്ടിയുടെ മുഖത്തെ വാട്ട ആരും കാണുന്നില്ല, മുത്തശ്ശി പറഞ്ഞു. അത് അവളായി ഓരോന്ന് വരുത്തുന്നതല്ലേ അമ്മേ, എല്ലാവരും ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയതിന്റെ പെണ്ണിന് നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ടതല്ലേ, ആ ചിന്ത ഉണ്ടോ അവൾക്ക്? ദീപ്തി പറഞ്ഞു. ഏടത്തെ ഇങ്ങനെ അവളെ പറയുന്നത് എന്തിനാ? ഹരിമോനെ ആ പയ്യൻ അടിക്കാൻ ഒരുങ്ങിയത് കൊണ്ടല്ലേ മോൾ അങ്ങനെയൊക്കെ പെരുമാറിയത്, സേതു പറഞ്ഞു. അതിനവർ സുഹൃത്തുക്കളല്ലേ, ഇടയ്ക്ക് തമാശയ്ക്ക് വഴക്കിടുന്നത് പോലെ ചെയ്തതല്ലേ, ഹരി പറഞ്ഞതല്ലേ അത്, ദീപ്തി പറഞ്ഞു. അതിന് എന്റെ കുട്ടിക്ക് അതൊന്നും അറിയില്ലായിരുന്നല്ലോ ദീപേ, മുത്തശ്ശി പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മയെ കാര്യം? മൂത്ത രണ്ട് ആൺമക്കളെ കൊണ്ട് ഇത്ര കഷ്ടപ്പാടില്ല, ദീപ്തി പറഞ്ഞു. മതി മതി എന്റെ കുട്ടിയെ പറഞ്ഞത്. സേതു, നീ അവളെ കണ്ടിരുന്നോ? മുത്തശ്ശി ചോദിച്ചു. കുളത്തിലേക്ക് പോകുന്ന കണ്ടു, അതാണല്ലോ അവളുടെ പ്രിയപ്പെട്ട ഇടം, സേതു പറഞ്ഞു. എന്നാ അവളെവിടെ ഇരുന്നോട്ടെ, ശല്യപ്പെടുത്തണ്ട, ഞാൻ അവളെ കാണാത്തതുകൊണ്ട് തിരക്കിയതാ, മുത്തശ്ശി പറഞ്ഞു. ശരിയമ്മേ. അതും പറഞ്ഞ് ദീപ്തിയും സേതുവും പോയി. ഇതേ സമയം കുളക്കടവിൽ വെള്ളത്തിലേക്ക് കാലുകളിട്ട് കാര്യമായ ചിന്തയിലാണ് ദിവി. ചിന്തകളുടെ ബാക്കി എന്ന പോലെ അവളുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമാഞ്ഞു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടത് ദിവി ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്റെ മഹാദേവ, എന്തൊരു കഷ്ടമായത്! ഒന്നിനു പിറകെ ഒന്നായി എത്ര കാര്യങ്ങളാ എന്നെ വട്ടാക്കാൻ. കോളേജിൽ ചെന്ന ആ മോൺസ്റ്റർ, എന്നാ സ്വസ്ഥമായി വീട്ടിയിരിക്കാമെന്ന് വെച്ച ആ ഞരമ്പ് രോഗി. ദിവി ദേഷ്യത്തെ ഓരോന്ന് പിറുപിറുക്കാൻ തുടങ്ങി. അവളുടെ ചിന്തകൾ തലേന്ന് രാത്രി തനിക്ക് വന്ന മെസ്സേജിലേക്ക് പോയി. രാത്രി കുടുംബം മൊത്തം നിരന്ന് രുദ്രനുമായുണ്ടായ പ്രശ്നത്തിന്റെ വിസ്താരമായിരുന്നു. എല്ലാ തവണത്തെയും പോലെ ആങ്ങളമാർ അവൾക്ക് സപ്പോർട്ടായി നിന്നു. ഭട്ട് അപ്പോഴും പോരാളി കലിപ്പി തന്നെ. അതല്ലേലും ഈ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ, ഉള്ളു നിറയെ സ്നേഹമാണേലും വഴക്ക് പറയാൻ കിട്ടുന്ന ഒരു ചാൻസ് പോലും മിസ്സാക്കില്ലല്ലോ. അവസാനം ഇനി അവനുമായി ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് തീരുമാനമായി. മറുത്തൊന്നും പറയാതെ ദിവി അത് തലകുലുക്കി സമ്മതിച്ചു. അപ്പൊ നാളെ കോളേജിൽ പോകണ്ടെന്ന് തീരുമാനമായി. കൊച്ചിനെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. വേറെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ദീപ്തിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. വയറും നിറഞ്ഞു. അമ്മ വഴക്ക് പറയുന്ന പുതിയ കാര്യമൊന്നും അല്ലെങ്കിലും രുദ്രന്റെ പേര് കേൾക്കേണ്ടി വന്നത് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അതേ ദേഷ്യത്തിൽ മുറിയിൽ ചെന്ന് അവൾ ഡോർ ലോക്കാക്കി ബാത്റൂമിൽ കയറിയിട്ട വസ്ത്രം പോലും മാറാതെ ഷവർ ഓണാക്കി അതിന് ചുവട്ടി നിന്നു. മനസ്സൽപ്പം ശാന്തമായതും ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി. ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കുന്നതിനിടയിലാണ് അവൾക്കൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. ഏതോ ഒരു നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നത്. നമ്പർ കണ്ട് ഒന്ന് സംശയിച്ചു നിന്ന ശേഷം അവൾ അത് ഓപ്പൺ ആക്കി.
ഹേ ബേബി ഡോൾ. അതായിരുന്നു വന്ന മെസ്സേജ്. ബേബി ഡോൾ? മെസ്സേജ് മാറി വന്നതാണോ? അതോ ആലോചിച്ച് ദിവ്യ റിപ്ലൈ ടൈപ്പാക്കി. ഹായ്, ഹു ഇസ് ദിസ്? ഇറ്റ്സ് മീ ബേബി ഡോൾ. ഹലോ, ഇയാൾക്ക് നമ്പർ മാറിയതാണെന്ന് തോന്നുന്നു. നോ മൈ ഡിയർ, എനിക്ക് ആള് മാറിയിട്ടില്ല. മിസ് ദിവാംശി വിശ്വനാഥ വർമ്മ. ആ മെസ്സേജ് കണ്ടത് ദിവ്യയുടെ നെറ്റി ചുളിഞ്ഞു. ഹു ആർ യു? ഇത്രയായിട്ടും എന്നെ മനസ്സിലായില്ലേ ബേബി ഡോൾ? ഡാ, നീ ആരാണെന്ന് പറയടാ. അവന്റെ ഒരു ബേബി ഡോൾ. ആരാടാ നിന്റെ ബേബി ഡോൾ? ദിവ്യ ദേഷ്യത്തെ റിപ്ലൈ ടൈപ്പാക്കി. പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്മൈലി ആയിരുന്നു അതിനുള്ള മറുപടി. സമയമുണ്ട് ബേബി ഡോൾ. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് മീ. യു ക്യാൻ ഡു ഇറ്റ്. ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. അത്ര മാത്രം അയച്ച് ആ നമ്പർ ഓഫ്ലൈനായി. ഇതിപ്പോ ആരാ ദൈവമേ? എല്ലാം കൊണ്ട് എന്റെ സമയം മഹാമോശമാ. അപ്പോഴാ അവന്റെ ഒരു ബേബി ഡോൾ. ദേഷ്യത്തിൽ അതും പറഞ്ഞ് ഫോൺ ബെഡിലേക്കിട്ട് ദിവ്യ ബെഡിലേക്ക് വീണു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഉറക്കം പിടിച്ചു. ഫോണിലെ മെസ്സേജ് ടോണാണ് ദിവ്യ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. വീണ്ടും അതേ നമ്പറിൽ നിന്നുള്ള മെസ്സേജ് ആണെന്ന് കണ്ടത് ദിവ്യയുടെ മുഖം ദേഷ്യത്താ ചുവന്നു. ഇവനെ ഇന്ന് ഞാൻ. അതും പറഞ്ഞവൾ മെസ്സേജ് ഓപ്പൺ ആക്കി. ഹലോ ബേബി ഡോൾ, എന്നെ പറ്റി ആലോചിച്ചിരിക്കുവാണോ? മെസ്സേജ് കണ്ടത് ദിവ്യയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. നീ ആരാണെന്ന നിന്റെ വിചാരം? ആരാ എന്താ എന്നൊന്നും പറയാതെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ആളെ കളിയാക്കാൻ ആർക്കും പറ്റും. അത്ര ധൈര്യം കൊണ്ട് നേരിട്ട് വാടാ. ഓ മൈ ബേബി ഡോൾ. ദേഷ്യപ്പെടുമ്പോൾ ചുവക്കുന്ന നിന്റെ മൂക്കെന്തുമുണ്ടല്ലോ. ഉഫ്. ആ മെസ്സേജ് കണ്ടത് ദിവ്യ ഞെട്ടി ചുറ്റും നോക്കി. മഹാദേവാ, ഇവ ഇവിടെ എങ്ങാനും ഉണ്ടോ? ദിവ്യയുടെ ആത്മ. ഏയ് ബേബി ഡോൾ, ചുറ്റും നോക്കി കഷ്ടപ്പെടണ്ട. ഞാൻ അവിടെ എങ്ങും ഇല്ല. ഞാനിപ്പോ നിന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ധൈര്യമുണ്ട് നീ ആരാണെന്ന് പറയടാ. സോറി ഡിയർ, അത് നീ തന്നെ കണ്ടെത്തണം. അതുവരെ ഞാൻ നിനക്ക് പിടിതരില്ല. ജസ്റ്റ് ട്രൈ ഇറ്റ് ബേബി ഡോൾ. അത്രമാത്രം പറഞ്ഞ് ആ നമ്പർ വീണ്ടും ഓഫ്ലൈനായി. ഇതിപ്പോ ഏത് കുരിശാണാവോ? ഉള്ളതൊന്നും പോരാഞ്ഞിട്ട് ഇനി ആ മോൺസ്റ്റർ എങ്ങാനും ആണോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി? ദിവ്യ ഓരോന്ന് ആലോചിച്ച് കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു. പിന്നെ വീട്ടിലേക്ക് ചെന്നു.